ഈ സ്ലൈഡിൽ നമുക്കിപ്പോൾ ക്ലാസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ ചുരുങ്ങിയ മിനിറ്റുകൾ മാത്രമേ നമുക്ക് പറയാനുള്ളൂ. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. ഇപ്പം നിങ്ങളുടെ ബുക്കിലാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പല പല രീതിയിൽ ഒരു 3-4 കാര്യങ്ങൾ മാത്രമായിട്ട് കമ്പയർ ചെയ്തിട്ടിട്ടുണ്ട്. അങ്ങനെ പല പല സ്ഥലത്തായിട്ട് ഇതിന്റെ പല പല കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. ഞാനിതെല്ലാം കൂടി ക്രോഡീകരിച്ച് ഒറ്റൊരു സിംഗിൾ ടേബിൾ ആക്കിയിട്ട് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഇതില് എന്താണ് സംഗതി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റെക്ടിഫയേഴ്സിനെ കമ്പയർ ചെയ്യാണ് ചെയ്യുന്നത്. കമ്പയർ ചെയ്യാന്ന് പറയുമ്പോൾ നമ്മൾ എപ്പോഴും ഞാൻ അസൈൻമെന്റ് ഒക്കെ പറയുമ്പോൾ നമുക്ക് പറഞ്ഞിട്ടുണ്ട്, കമ്പയർ ചെയ്യാന്ന് പറയുമ്പോൾ എപ്പോഴും അത് കോളം വരച്ച് ഇങ്ങനെ നമ്മൾ ഓരോരോ എന്താണ് നമ്മൾ അത് കമ്പയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അങ്ങനെ നമ്മൾ ടേബിളാക്കി തിരിച്ചു വേണം എഴുതാനായിട്ട്. അപ്പൊ ഇവിടത്തെ പോലെ തന്നെ എന്തൊക്കെയാണ് എന്ത് കാര്യമാണ് ആദ്യം കമ്പയർ ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ആദ്യം എഴുതിയുണ്ട്. പിന്നെ റെക്ടിഫയർ ഏതൊക്കെ ടൈപ്പ് റെക്ടിഫയേഴ്സ് 3 റെക്ടിഫയേഴ്സിന്റെ പേര് എഴുതി അതിന് കമ്പയർ ചെയ്യും. അപ്പൊ നമ്മൾ ഈ സ്ലൈഡിലോട്ട് വരാണെന്നുണ്ടെങ്കിൽ ഇതിൽ ആദ്യം പറയുന്നത് എത്ര ഡയോഡ് ഉപയോഗിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പൊ അതില് പ്രധാനപ്പെട്ട ഒരു എക്സാമ്പിൾ ആണ് ഹാഫ് വേവിലാണെങ്കിൽ ഒരൊറ്റ ഡയോഡ്, സെൻട്രൽ ടാപ്പിലാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 2 എണ്ണം, ബ്രിഡ്ജിലാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 4 എണ്ണം. പിന്നെ ട്രാൻസ്ഫോമറിന്റെ ആവശ്യകതയെ കുറിച്ചാണ് രണ്ടാമത്തെ കാര്യം പറയുന്നത്. അത് ഹാഫ് വേവില് നിർബന്ധമില്ല, ആവശ്യകതയില്ല. പക്ഷെ സെൻട്രൽ ടാപ്പിൽ നിർബന്ധമുണ്ട്. ഫുൾ വേവ് ബ്രിഡ്ജിലാണെങ്കിലും നിർബന്ധമാണ്. പിന്നെ പറയുന്ന 2 ടേംസും ഡി സി കറണ്ടും ഡി സി വോൾട്ടേജും ആണ്. അത് ഔട്ട്പുട്ടിൽ വരുന്ന ഡി സി കറണ്ട് ഡി സി വോൾട്ടേജ് നമ്മൾ മൾട്ടിമീറ്റർ വെച്ച് നമുക്ക് അളക്കാൻ പറ്റും ആ ഒരു സംഖ്യ. അപ്പൊ അതിന്റെ ഇക്വേഷൻസ് ആണ് ഈ പറഞ്ഞു തരുന്നത്. അത് നമ്മൾ കാണാണ്ട് അറിഞ്ഞിരിക്കേണ്ട സംഗതി. പിന്നെ RMS കറണ്ടും RMS വോൾട്ടേജും ഇത് രണ്ടും നമ്മൾ മൾട്ടിമീറ്ററിലും CROയിലൊക്കെ നമുക്ക് അളക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ്. അതിന്റെ 2 ഇക്വേഷൻസ്, കോമൺ ആയിട്ടുള്ള ഇക്വേഷൻസ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് പറഞ്ഞു. പിന്നെ അടുത്തത് റിപ്പിൾ ഫാക്ടർ. റിപ്പിൾ ഫാക്ടർ എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു പൾസേറ്റിംഗ് ഡി സിയിൽ അടങ്ങിയിരിക്കുന്ന AC കമ്പോണൻസിന്റെ അളവിന്റെ മെഷറിനെയാണ്, അല്ലെങ്കിൽ അതിന്റെ ഒരു അളവാണ്, എത്രത്തോളം അടങ്ങിയിരിക്കുന്നുണ്ടെന്നുള്ളതിന്റെ അളവാണ് നമ്മൾ റിപ്പിൾ ഫാക്ടർ ആയിട്ട് സൂചിപ്പിക്കുന്നത്. അത് എത്രത്തോളം കുറയുന്നു അത്രത്തോളം നമ്മുടെ റെക്ടിഫയർ നല്ലതായിരിക്കും. അപ്പൊ അത് പ്രകാരം ഹാഫ് വേവിൽ 1.21 ആണ്, സെൻട്രൽ ടാപ്പിലാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 0.48 ആണ് രണ്ടിലും. അപ്പോൾ സെൻട്രൽ ടാപ്പും ബ്രിഡ്ജും സെയിം ആണ്. അപ്പോൾ ഫുൾ വേവ് റെക്ടിഫയേഴ്സ് ആണ് ഈ കാര്യത്തിൽ ഫാർ ബെറ്റർ എപ്പോഴും പറയാം. പിന്നെ എഫിഷ്യൻസി, ഔട്ട്പുട്ട് ബൈ ഇൻപുട്ട് ആണ് നമ്മൾ പറഞ്ഞിരുന്നത്. എഫിഷ്യൻസി അത് നമ്മുടെ എഫിഷ്യൻസി എത്ര പെർസെന്റേജ് ആണെന്നുള്ള 40% ആണ്, 41% ആണ് സംതിങ് വരുന്നത്. നമ്മൾ 40.6 ഹാഫ് വേവില്. ഫുൾ വേവ് സെൻട്രൽ ടാപ്പിലും ബ്രിഡ്ജിലും വരുന്നത് 81.2%. ഫാർ ബെറ്റർ ആണ് അവർ രണ്ടുപേര്. പിന്നെ PIV എന്ന് പറഞ്ഞൊരു സംഗതിയുണ്ട്, പീക്ക് ഇൻവേഴ്സ് വോൾട്ടേജ് കൊണ്ട്. റിവേഴ്സ് ബയാസിലാവുമ്പോൾ ഒരു ഡയോഡിനെ ക്രോസ് എക്വയർ ചെയ്യുന്ന വോൾട്ടേജ് അത് എത്രത്തോളം വരുന്നതാണ് സൂചിപ്പിക്കുക. അത് VM ഒരു മാക്സിമം ഒരു പീക്ക് വാല്യൂ മാത്രമാണ് കൊടുക്കുന്നതിന്റെ ഒരു പീക്ക് വാല്യൂ മാത്രമേ ഹാഫ് വേവിൽ ഉണ്ടാവുള്ളൂ. പക്ഷെ സെൻട്രൽ ടാപ്പിലാണെങ്കിൽ 2 ടൈംസ് ആയിരിക്കും കൊടുക്കുന്നതിന്റെ ഔട്ട്പുട്ടിൽ. നമ്മൾ ബ്രിഡ്ജിൽ നമുക്ക് നമ്മൾ ട്രാൻസ്ഫോമറിന്റെ സെക്കൻഡറിയിൽ കിട്ടുന്ന വേവ് ഉണ്ട്. ആ വേവിന്റെ പീക്ക് വാല്യൂവിനെയാണ് നമ്മളിവിടെ VM ആയിട്ട് സൂചിപ്പിക്കുന്നത്. ആ VM അതിന്റെ 2 ടൈംസ് ആയിരിക്കും സെൻട്രൽ ടാപ്പില്. ബ്രിഡ്ജിലും ഹാഫ് വേവിലും അത് VM തന്നെയായിരിക്കും. പിന്നെ ട്രാൻസ്ഫോമർ യൂട്ടിലൈസേഷൻ ഫാക്ടർ എന്ന് പറഞ്ഞിട്ട് ഒരു സംഗതിയുണ്ട്, അത് എഴുതി കണ്ടിരിക്കുന്ന പോലെ തന്നെ. പിന്നെ റിപ്പിൾ ഫ്രീക്വൻസി, പിന്നെ ഫോം ഫാക്ടർ, പീക്ക് ഫാക്ടർ എന്നുള്ളതൊക്കെ. കുറെ ടൈമുകളൊന്നും നിങ്ങൾക്ക് അധികം പരിചയമില്ലാത്തതും അതിൽ എക്സ്പ്ലെയിൻ ചെയ്യാത്തതും ഒക്കെ ആയിരിക്കും. പക്ഷെ കുറെ കാര്യങ്ങളൊക്കെ തന്നെ നിങ്ങൾക്ക് ഇതിൽ പരിചയമുള്ളതായിരിക്കും. നിങ്ങൾക്ക് ഡയോഡ്സിന് ഒരു കമ്പാരിസൺ എഴുതാന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഈ ടേബിൾ എപ്പോഴും വളരെ ഉപകാരപ്രദമായിട്ടുള്ള ഒരു ടേബിളാണ്. ഇതെല്ലാവരും തന്നെ കാണാണ്ട് പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു റെക്ടിഫയറിന്റെ കാര്യത്തിൽ എല്ലാ കാര്യങ്ങളും ഇതിന്റെ ഉള്ളിൽ തന്നെ അടങ്ങിയിട്ടുണ്ട്.